അപ്പോൾ വീടുകളിലൊക്കെ നക്ഷത്രങ്ങൾ തൂങ്ങിക്കഴിഞ്ഞു, പുൽക്കൂടുകൾ ഒരുങ്ങി തുടങ്ങിക്കഴിഞ്ഞു, എല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓർമ്മകളുമായിട്ട് കുറച്ച് പുറകോട്ട് പോയിട്ട് പാരമ്പര്യമായിട്ട് ക്രിസ്മസിനുണ്ടാക്കിയിരുന്ന കുറച്ച് വിഭവങ്ങളാണ് ഇത്തവണ നമ്മൾ മാതൃഭൂമി ഫുഡിലൂടെ അവതരിപ്പിക്കുന്നത്, മാതൃഭൂമി.com. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ജെയിൻ ചേട്ടനാണ്, ജെയിൻ കോടഞ്ചേരി ചേട്ടനാണ് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് എന്താ പറയുക, ഒരു പഴയ ഐറ്റമാണ്, പക്ഷേ ഇപ്പോഴും വളരെ പ്രചാരത്തിലുള്ള ഐറ്റമാണ് കള്ളപ്പം. കള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ജെയിൻ ചേട്ടൻ നമുക്ക് കാണിച്ചു തരും. ജെയിൻ ചേട്ടാ, അപ്പോൾ നമുക്ക് കള്ളപ്പം ഉണ്ടാക്കാം. പ്രിപ്പയർഡ് അല്ലേ? കറക്റ്റാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇതിലേക്ക് വേണ്ടിയിട്ട് വേണ്ടത്? സാധാരണ അപ്പത്തിനോ ദോശയ്ക്കോ പോലെ തന്നെയാണോ, അതോ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടോ ഇതിനകത്ത്? അരിയുടെ കൂടെ അരി ആട്ടി കഴിയുമ്പോൾ മയം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും ചേർത്ത് ആട്ടി വെക്കും. ചോറ് കൂടി ചേർത്താണ് ആട്ടി വെക്കുന്നത്. പിന്നെ തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം ഇത്രയും സാധനങ്ങൾ അരച്ച് കള്ളു ഒഴിച്ച് കലക്കി വെക്കും. തലേന്ന് ഒരു 3-4 മണിക്കൂർ. ശരിക്കും ഒരു എത്ര മണിക്കൂർ മുമ്പ് നമ്മളിത് ശരിയാക്കി വെക്കണം മാവ്? രാവിലത്തേക്കാണ് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കലക്കി വെക്കും. ആണല്ലേ? അപ്പോൾ കല്ല് ഏതാണ്ട് ചൂടായി കഴിഞ്ഞു, നമുക്ക് എണ്ണ വരട്ടാം. ചകിരിയൊക്കെ ഉപയോഗിച്ച് തനി നാടനാണ്. എണ്ണ പറ്റി ഇനി നമുക്ക് മാവ് ഒഴിക്കാം. അപ്പോൾ ഇങ്ങനെ കുഴിയൊക്കെ വീണ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ എന്താ പറയുക, പഴയ നാടൻ ശൈലി തന്നെയാണോ ഇപ്പോഴും കള്ളപ്പം ഉണ്ടാക്കുന്നത്? ഇത് പഴയ നാടൻ ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് കള്ളപ്പം. ഇങ്ങനെ ഇപ്പോൾ പുതിയ സ്റ്റൈലിലാണ് കള്ളപ്പം, ആരും ഉണ്ടാക്കലില്ല, കുറവാണ്. വെള്ളപ്പമായി, പാലപ്പമായി, കറക്കി ചുടുന്ന ദോശക്കല്ല്. എന്നാലും കള്ള് ചേർക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ്, കള്ള് ചേർക്കുന്നതാണ് കള്ളപ്പത്തിന് ഏറ്റവും ടേസ്റ്റ് വരുന്നത്. അതിനാണ് കള്ളപ്പം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കള്ളപ്പം എന്താ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കള്ളപ്പം കഴിക്കുന്നത്, നിങ്ങളൊന്നും അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ജെയിൻ ചേട്ടൻ്റെ കൈപ്പുണ്യം നമുക്കൊന്ന് അറിയാം. ജെയിൻ ചേട്ടാ, കറിയൊന്നും ഇല്ലാതെ കഴിക്കാമല്ലേ? കഴിക്കാൻ ചൂടോടെ നല്ല ടേസ്റ്റാണ്. ചൂടൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് കഴിച്ചു നോക്കാം. ജെയിൻ ചേട്ടൻ്റെ കൈപ്പുണ്യം നമ്മൾ വരവ് വെച്ചിരിക്കുന്നു. അതായത് ആ മാവിൽ ഉണ്ടായിരുന്ന അരച്ച് ചേർത്തിരുന്നെന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതായത് ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, കുഞ്ഞുള്ളി, അപ്പോൾ തേങ്ങ, എല്ലാം കൂടി ചേർന്നിട്ടൊരു ചെറിയ ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഐറ്റംസ് കുറേ ഉണ്ട്. ഇതിനകത്ത് ജീരകത്തിൻ്റെ തരിയുണ്ട്, തേങ്ങയുടെ ചെറിയ പാർട്സ് ഉണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ ആ ഒരു മുരുമുരുപ്പുണ്ട്, അതുകൊണ്ട് ഈ സാധനങ്ങളുടെ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ സാധനം ടേസ്റ്റ് ചെയ്തു. ജെയിൻ ചേട്ടാ ഒരു രക്ഷയില്ല, നിങ്ങൾ കരിച്ചിപ്പൂലിയാണ്. അപ്പോൾ എങ്ങനെ അമ്മച്ചി പണ്ടുണ്ടാക്കിയ കള്ളപ്പത്തിൻ്റെ ആ ഒരു ഓർമ്മയൊക്കെ, ആ മണമൊക്കെ ഇപ്പോഴും മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ ഓർമ്മകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു നോക്കിക്കൂടെ? ഇത് വളരെ എളുപ്പമാണ്. ജെയിൻ ചേട്ടൻ പറഞ്ഞു തന്നു എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടു. അപ്പോൾ മറ്റൊരു കിടിലൻ ക്രിസ്മസ് വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എൻ്റെയും ജെയിൻ ചേട്ടൻ്റെയും വക ഹാപ്പി ക്രിസ്മസ്.